السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على أشرف المرسلين وعلى آله الفائزين برضا الله تعالى. أما بعد. ഒരു മത്സരത്തിന് സ്പോർട്ട് മാഗസിൻ എങ്ങനെ തയ്യാറാക്കാം എന്നതാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം. പൊതുവെ ഒരു മാഗസിൻ എന്ന് പറഞ്ഞാൽ പ്രധാനമായും ഒരു സബ്ജക്റ്റ് ഓറിയന്റഡ് ആയിരിക്കുമല്ലോ. അപ്പോൾ അതനുബന്ധമായി ആ ഒരു സബ്ജക്റ്റിനെ ഏതെല്ലാം വിധേന ആവിഷ്കരിക്കാൻ കഴിയുമോ ആ രീതിയിലെല്ലാം കൃത്യമായി ആവിഷ്കരിക്കുക എന്നതാണ് ഒരു മാഗസിന്റെ ഉത്തരവാദിത്വം, ദൗത്യമായിട്ടുള്ളത്. അത് അങ്ങനെ 1 മണിക്കൂർ കൊണ്ട് ഒരു മാഗസിൻ തയ്യാറാക്കുമ്പോൾ, സാധാരണയായി സ്പോർട്ട് മാഗസിൻ 1 മണിക്കൂർ സമയമാണല്ലോ നമുക്ക് നൽകുക. അപ്പോൾ 1 മണിക്കൂർ കൊണ്ട് ഒരു മാഗസിൻ തയ്യാറാക്കുമ്പോൾ സാധാരണയായി അതിൽ കാര്യമായി പ്രധാനമായി അതിൽ ശ്രദ്ധിക്കുക അതിലെ ആശയം, സാഹിത്യം, സംവിധാനം, അതിൻ്റെ ആ ഒരു സർഗാത്മകത എന്നുള്ളതാണ് സാധാരണയായി ഒരു മാഗസിന്റെ മത്സരങ്ങളിൽ പരിഗണിക്കാറുള്ളത്. അതില് പ്രധാനമായും ഈ 4 ഏകദേശം ഒരു 100 മാർക്ക് ഇടാണെങ്കിൽ ഈ 4 പോയിന്റുകൾക്ക് ഒരു 25 മാർക്ക് വീതം ഉണ്ടാകും. അങ്ങനെയാണ് പൊതുവെ ചെയ്യാറുള്ളത്. അപ്പോൾ അതിലിപ്പോ ആശയം എന്ന് പറയുമ്പോൾ നമുക്കൊരു സബ്ജക്റ്റ് തന്നിട്ടുണ്ടാകും. ആ ആശയത്തില് ഏതെല്ലാം രീതിയിൽ നമുക്ക് അതിൽ ചിലപ്പോൾ പോസിറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും, ഏതെല്ലാം രീതിയിൽ പരിഹാരങ്ങൾ ഉണ്ടാകും, എല്ലാം അതിൻ്റെ ആ ഒരു ആശയം ഈ എല്ലാ ആർട്ടിക്കിളുകളും കൂടി സമർത്ഥിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് അവിടെ നോക്കുക. അങ്ങനെ പൂർണ്ണമായും കഥയിലൂടെയും കവിതയിലൂടെയും സെലക്ട് ചെയ്ത ബുക്ക് ടെസ്റ്റിലെ ബുക്ക് റിവ്യൂ, അതുപോലെ തന്നെ അഭിമുഖങ്ങൾ, അതുപോലെ തന്നെ ഹൈക്കു കവിതകൾ തുടങ്ങി, അല്ലെങ്കിൽ യാത്രാനുഭവങ്ങൾ, അനുഭവങ്ങൾ, ഇങ്ങനെ തുടങ്ങിയിട്ട് കവിത ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ വിഷയങ്ങളിലും ആ ഒരു ആശയത്തെ ശ്രദ്ധിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളതായിരിക്കും അവിടെ പരിഗണിക്കുക. അങ്ങനെ ആശയം പരമാവധി ഒതന്റിക് ആയിരിക്കുമോ, പരമാവധി ആധികാരികമായി സമർത്ഥിക്കാൻ കഴിയുന്ന തരത്തിൽ ആ ചുരുങ്ങിയ സമയം കൊണ്ട് ആ സമയത്തിനൊതുങ്ങുന്ന തരത്തിലുള്ള ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് പരമാവധി ആശയത്തിന്റെ ഭാഗമായി നോക്കുക. പിന്നീട് സാഹിത്യമാകുമ്പോൾ അതിന്റെ ഭാഷ, അവതരണ ശൈലി, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഏതെല്ലാം രീതിയിലൊക്കെ വൈവിധ്യങ്ങൾ ചേർത്ത്, ഇപ്പൊ കഥ, കവിത, മറ്റുള്ള അതിന്റെ ഫസ്റ്റ് മുഖക്കുറിയായിട്ട് വരുന്ന എഡിറ്റോറിയൽ പേജുകൾ മുതൽ അതിന്റെ അവസാന പേജ് വരെ വരുന്ന ആ ഒരു സമയ പരിമിതിക്കുള്ളിൽ അതിന്റെ ഉള്ളിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന വിവിധ വിഭവങ്ങൾ വിവിധ രീതിയിൽ അതിന്റെ ആ ഒരു സാഹിത്യ സംവിധാനങ്ങളാണ് അവിടെ നമ്മൾ നോക്കുന്നത്. അതാണ് അവിടെ 25 മാർക്കിന് നമ്മൾ പരിഗണിക്കുക. പിന്നീട് വരുന്നത് സംവിധാനങ്ങളാണ്. സംവിധാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചിലരൊക്കെ ഒരു പ്രൊജക്ട് ടൈപ്പിലാണ് പലപ്പോഴും മാഗസിൻ ഉണ്ടാക്കുക. ഒരു സൈഡ് മാത്രം എഴുതിയിട്ട് മറ്റൊരു സൈഡൊന്നും തൊടാതെ ഒരു പുറം മാത്രം എഴുതിയിട്ട് അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഉണ്ട്. അങ്ങനെയാകുന്നതിലേറെ ഭേദം ഒരു മാഗസിൻ ടൈപ്പ് ആണ്. മാഗസിന് 2 സൈഡ് ഉണ്ടാവുമല്ലോ. അപ്പോൾ 2 പേജ് 2 സൈഡ് എഴുതുക. പിന്നീട് പരമാവധി കോളം, ഇപ്പോൾ നമ്മൾ സാധാരണ പത്രത്തിനൊക്കെ 8 കോളങ്ങൾ ഉണ്ടാവുക. മാഗസിനാകുമ്പോൾ 2-3 കോളങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കാണാണ്ടാവുക. പരമാവധി സ്പേസുകൾ കൊടുത്ത് പരമാവധി കുത്തി നിറച്ചാൽ ഒരിക്കലും ആ ഒരു മാഗസിൻ വൃത്തി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പരമാവധി കോളം ചെയ്തുകൊണ്ട് സെറ്റ് ചെയ്യുന്ന രീതിയാണ് മാഗസിന് അഭികാമ്യമുണ്ട്. പിന്നെ റൈറ്റ് അപ്പ് കൊടുക്കുക, പിന്നെ അവിടെ ഇവിടെയൊക്കെ ഹെഡിങ് കൊടുക്കുമ്പോൾ എല്ലാ ഹെഡിങ്ങുകളും ഒരേ തലക്കെന്ന് തുടങ്ങിയാൽ ഒരേ മേഖല തുടങ്ങുന്ന ഒരു ശൈലി ഒഴിവാക്കുക. ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് നമ്മൾ പരമാവധി ശ്രദ്ധിക്കേണ്ട സംവിധാനങ്ങളിലെ കളറുകളാണ് നോക്കുക. പരമാവധി ഒരു കളർ തീമിൽ, ഒരു കളർ കോഡിൽ ഇങ്ങനെ കൊണ്ടുപോകലാണ്. അല്ലെങ്കിൽ ആ തീമാറ്റിക് ഒരു തീം ബേസ് ചെയ്ത് കണ്ട് ഇങ്ങനെ ആ ഒരു തീമിൽ ക്രിയേറ്റ് ചെയ്യുന്ന കളറുകൾ. അതുപോലെ തന്നെ പരമാവധി അതിന്റെ ഈ സംവിധാനങ്ങളിൽ പെട്ടതാണ് കാലിഗ്രഫി കൊടുക്കേണ്ടത് കാലിഗ്രഫി കൊടുക്കുക, പിന്നെ ഇമേജ് കൊടുക്കേണ്ടത് ഇമേജ് കൊടുക്കുക, പിന്നെ അതിന്റെ പേജ് സെറ്റപ്പ്, പേജ് ലേഔട്ട്, എല്ലാ പേജുകളും ഒരേ മാതിരിയാകുന്ന രീതി ഉണ്ടാവാതിരിക്കുക. ഹെഡിങ്ങുകളൊക്കെ ഒരു ഫോണ്ടുകളുടെ ശൈലികൾ, പിന്നെ എഴുത്തിന്റെ ഈ വലിപ്പങ്ങൾ, പല എഴുത്തും പല വലിപ്പങ്ങളാകും. ചിലത് ഭയങ്കര ചക്കാക്ഷരം, ചിലത് വളരെ ചെറിയ അക്ഷരങ്ങളും ആകുന്ന രീതിയൊന്നും ഇല്ലാതിരിക്കുക. ഇങ്ങനെയൊക്കെ പരമാവധി സംവിധാനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ എഴുത്തുകളൊക്കെ എല്ലായിടത്തും ഒരുപോലെ ആവുക. പരമാവധി ഈ കയ്യെഴുത്തുകളൊക്കെ നമ്മൾ അംഗങ്ങളെ സെലക്ട് ചെയ്യുമ്പോൾ കയ്യെഴുത്തുകളൊക്കെ പരമാവധി ഒരു ഏകദേശം ഒരേ രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിലുള്ള എഴുത്തുകളാണ് നന്നാവുക. പിന്നെ ആ വിഷയം എങ്ങനെയാണ് സംവിധാനിച്ചത്,
ചിലപ്പോ ചില ഇമേജുകൾ കൊടുക്കേണ്ടി വരും, ചില പ്രതീകങ്ങൾ കൊടുക്കേണ്ടി, ചില ഇമോജികൾ കൊടുക്കേണ്ടി വരും, ചില സിമ്പലുകൾ കൊടുക്കേണ്ടി വരും. അതൊക്കെയാണ് അതിന്റെ സംവിധാനങ്ങളിൽ വരിക. പിന്നീട് വരുന്നത് സർഗാത്മകമാണ്. സർഗാത്മകത എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് ഭംഗിയായി ആവിഷ്കരിക്കുക, ആ ഒരു വിഷയത്തെ എങ്ങനെയാണ് ഭംഗിയായി ഉൾക്കൊള്ളിക്കാൻ കഴിയുക എന്നുള്ളതാണ് അവിടെ പരിഗണിക്കുക. സർഗാത്മകമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു വിഷയത്തെ ഇപ്പൊ അവനെ തല്ലി എന്നത് അതിനെ എങ്ങനെയൊക്കെ നമുക്ക് ആവിഷ്കരിക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ പ്രത്യക്ഷമായിട്ട് ഒരു പ്രകൃതിക്ക് വേണ്ടിയിട്ടാണ് ഒരു പ്രകൃതിയെ കുറിച്ചാണ് ഒരു മാഗസിൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രകൃതി സംരക്ഷണമാണ് നമ്മളോട് പറയുന്നത്. എങ്ങനെയാണ് സർഗാത്മകമായി ആവിഷ്കരിക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. അഥവാ അത് പരമാവധി വൈവിധ്യങ്ങൾ കൊണ്ടും കണ്ടന്റുകളുടെ എല്ലാ തലങ്ങൾ കൊണ്ടൊക്കെ വൈവിധ്യങ്ങൾ സൃഷ്ടിച്ച് പരമാവധി സർഗാത്മകമാക്കാനുള്ള ശൈലികൾ ശ്രദ്ധിക്കുക. പിന്നെ പ്രധാനമായും പരമാവധി നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ സമയം കളയിൽ, സ്പോർട് മാഗസിന്റെ സമയം കളയിൽ അതിന്റെ കളർ വാരിത്തേക്കാൻ, അതുപോലെ തന്നെ അതിന്റെ കവർ പേജ് ഒക്കെ ഒരുപാട് വർണ്ണാഭമാക്കി സമയം കളയുന്ന രീതി ഉണ്ടാവുക. ഒരു 5 അംഗങ്ങളാണുള്ളെങ്കിൽ ആ 5 അംഗം 1 മണിക്കൂറിൽ എന്തെല്ലാം ചെയ്യാം. 10 അംഗമാണെങ്കിൽ അല്ല, ഒരു 5 അംഗമാണെങ്കിൽ ആ 5 അംഗത്തിനും ആദ്യമായിട്ട് പ്രീ ഷെഡ്യൂൾ വേണം. ഈ എന്തൊക്കെയാണ് നീ എന്തൊക്കെ ചെയ്യണം, മറ്റവൻ എന്തൊക്കെ ചെയ്യണം, അതിന്റെ അപ്പുറത്തുള്ള ആൾ എന്തൊക്കെ ചെയ്യണം, ഇങ്ങനെ ഓരോരുത്തർക്ക് ഇന്ന പേജ് ചെയ്യണം, നീ ഇന്ന പേജ് ചെയ്യണം, നീ ഇന്ന പേജ് ചെയ്യണം, അങ്ങനെ കൃത്യമായി. അപ്പൊ ഓനക്ക് ഒരു 10 പേജാണ് കൊടുത്താൽ 6-7 പേജ് നമ്മളെ മുനീർ ചെയ്യട്ടെ, മറ്റവന് ഈ 8-9 പേജ്, അങ്ങനെ അത് മത്സരമാണ് തുടങ്ങുമ്പോൾ ഈ പേജ് പരമാവധി ഡിസ്ട്രിബ്യൂഷൻ നടന്നിട്ട് അവർ ആ കോളത്തിൽ എഴുതുകയും, പിന്നെ പൊതുവെ ആദ്യമായിട്ടൊക്കെ മത്സരത്തിലേക്ക് പോകുന്നവരൊക്കെ പരമാവധി ആദ്യം ന്യൂസ് പ്രിന്റിലൊക്കെ എഴുതിയാണ്ട് സമയം കളയാറുണ്ട്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. നേരെ മറിച്ച് നമുക്കൊരു കണ്ടന്റിൽ ഞാൻ എന്തൊക്കെ ചെയ്യും എന്നുള്ള ഒരു മനസ്സിൽ പരമാവധി സെറ്റ് ചെയ്തിട്ട് അതിങ്ങനെ ഒരു ജസ്റ്റ് മുകളിലുള്ള പേപ്പറിലൊക്കെ ജസ്റ്റ് ആ തുടങ്ങുന്ന ശൈലിയൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം എന്ന് മാത്രം. അല്ലാതെ വേറെ ന്യൂസ് പ്രിന്റിൽ എഴുതിയിട്ട് സ്പോർട് മാഗസിന് പകർത്തി എഴുതാൻ കഴിയുന്ന സമയം അമ്പേ പൊട്ടത്തരാണ്. അതൊരിക്കലും ടൈം കിട്ടാത്തൊരു സംഗതിയാണ്. ഈ 1 മണിക്കൂർ കൊണ്ട് പരമാവധി അതിനെ കണ്ടന്റ് ശ്രദ്ധിക്കുക. കവർ പേജ് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, എഡിറ്റോറിയൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, കവർ സ്റ്റോറി പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, കണ്ടന്റുകൾ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, ഈ വൈവിധ്യങ്ങൾ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അപ്പോ പരമാവധി ആശയം ശ്രദ്ധിക്കണം, അതിന് 25 മാർക്കാണ്. സാഹിത്യം ശ്രദ്ധിക്കണം, അതിന് 25 മാർക്കാണ്. സംവിധാനം ശ്രദ്ധിക്കണം, അതിന് 25 മാർക്കാണ്. സർഗാത്മകത ശ്രദ്ധിക്കണം. ഈ 4 പോയിന്റുകൾ കൂടി നല്ല മട്ടത്തിൽ ഉൾക്കൊള്ളിച്ച ഒരു ആർട്ടിക്കിൾ ആയിരിക്കണം, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു സൃഷ്ടിയായിരിക്കണം നമ്മുടെ സ്പോർട് മാഗസിൻ എന്നുണർത്തുന്നു. അപ്പോ ഈ പരമാവധി ആ സന്ദർഭത്തിനനുസരിച്ചുള്ള സമയം ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇതിൽ ആദ്യവും അവസാനവുമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആദ്യത്തെ 10 മിനിറ്റ്, ആദ്യത്തെ 20 മിനിറ്റ്, അവസാനത്തെ 20 മിനിറ്റ് പോലെ പ്രാധാന്യമുള്ളതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ആദ്യം തന്നെ ഇതിന്റെ അവസാന സമയം എന്നുള്ള രീതിയിൽ, എന്നിട്ട് ആ വലിച്ചു കൊണ്ടുപോകുന്ന അഥവാ ഹാളിലിരിക്കുന്നവർ വലിച്ചു കൊണ്ടുപോകുന്ന, ഹാൾ ഡ്യൂട്ടി ഉള്ളവർ വലിച്ചു കൊണ്ടുപോകുന്ന ശൈലിയിൽ ആ സമയത്ത് പരമാവധി എന്തെല്ലാം കാട്ടാൻ കഴിയുമോ ആ സമയത്ത് ഒന്നായിട്ട് വാരിത്തേച്ച് ഒരു കംപ്ലീറ്റ് അല്ലാത്ത ഒരു സാധനമായിട്ട് ലാസ്റ്റ് മാറാറുണ്ട്. അങ്ങനെ നല്ലൊരു പ്രീ പ്ലാൻ 2-3 മണിക്കൂർ ഇരുന്നുകൊണ്ട് ഓരോരുത്തരുടേതായ ഒരു ഏരിയ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ വളരെ ശ്രദ്ധേയമായി ഈ സ്പോർട് മാഗസിൻ നല്ല ഭംഗിയായ രീതിയിൽ നല്ല കണ്ടന്റ് ഉള്ള ഒരു സ്പോർട് മാഗസിൻ നമുക്ക് തയ്യാറാക്കാൻ കഴിയും.